എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴനുറുക്ക് റെസിപ്പിയുടെ വീഡിയോ ആണ്. പണ്ട് കാലം മുതലേ തിരുവോണ നാളുകളിൽ ഉണ്ടാക്കി കഴിക്കുന്ന വളരെ പ്രാധാന്യമേറിയ ഈ ഒരു പഴനുറുക്ക് നല്ല ടേസ്റ്റിയാണ്. അത് ഉണ്ടാക്കിയെടുക്കാനും വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പഴനുറുക്ക് തയ്യാറാക്കാൻ ഞാനിവിടെ 4 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പഴമൊന്ന് കട്ട് ചെയ്തെടുക്കാം. പഴം കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു രീതിക്ക് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഈ പഴമൊന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് നുറുക്കി വച്ചിരിക്കുന്ന പഴക്കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പഴമൊന്ന് വേവിച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി പഴമൊന്ന് വെന്ത് വരണം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. മൂടി വച്ച് തിളച്ച് വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് തുടങ്ങിയാൽ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടുകൊടുത്ത് പഴം നമുക്ക് വേവിച്ചെടുക്കാം. വീണ്ടും അടച്ചു വയ്ക്കാം. പഴം ഇപ്പോൾ ഇവിടെ 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിനുള്ള ശർക്കര പാനി കൂടി ചേർക്കാം. ഒരു 1/4 കപ്പ് ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 200 ഗ്രാം ശർക്കരയാണ് ഞാൻ ഇവിടെ എടുത്തത്. മധുരം അവരവർക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. ഇനി പഴം ശർക്കര പാനിയിൽ കിടന്ന് നല്ല പോലെ ഒന്ന് വറ്റി വരണം. ഈ ശർക്കര പാനി മുഴുവൻ തന്നെ പഴത്തിലോട്ട് പിടിച്ചു കിട്ടണം. അതുവരെയും നമുക്കൊന്ന് പറ്റിച്ചെടുക്കാം. നല്ലവണ്ണം തന്നെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം സ്ലിമ്മിലേക്ക് വച്ചു കൊടുത്തിട്ട് ചെറിയ തീയിൽ കിടന്ന് തന്നെ ഈ പഴമെല്ലാം ശർക്കര പാനിയിലേക്ക് വറ്റി കിട്ടണം. മധുരമെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ വളരെ കുറഞ്ഞ അളവിലാണ് മധുരം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം പഴുത്ത പഴം തന്നെ എടുക്കണം. അടിയിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് വേണം ശർക്കര പാനി ഒന്ന് വറ്റിച്ചെടുക്കാനായിട്ട്. ശർക്കര പാനി ഇവിടെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ശർക്കര പാനി മുഴുവനും നമ്മുടെ പഴത്തിലേക്ക് പിടിച്ചു കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ നമുക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 1 കപ്പ് തേങ്ങാപ്പാലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി തേങ്ങാപ്പാലിൽ കിടന്ന് വീണ്ടും ഈ ഒരു പഴം നല്ലതുപോലെ തിളച്ച് വറ്റി കിട്ടണം. അതുവരെയും നമുക്ക് ഈ പഴത്തിനെ വേവിച്ച് വറ്റിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ തേങ്ങാപ്പാൽ നല്ലതുപോലെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് 2 ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും തീ സ്ലിമ്മിൽ വച്ച് മൂടി വച്ച് വേവിച്ചെടുക്കാം. തേങ്ങാപ്പാലിൽ കിടന്ന് പഴം വേകാൻ തുടങ്ങിയിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ പഴനുറുക്ക് തേങ്ങാപ്പാലിൽ കിടന്ന് ഇതുപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പഴനുറുക്ക് പാകമായി വന്നിട്ടുണ്ട്. നാളികേര പാലെല്ലാം നല്ലതുപോലെ വറ്റി നല്ല കുറുകിയ പാകത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇതുപോലത്തെ പാകമാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂട്ടുകാരെ, ഈ ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.